രാഹുൽ മാങ്കൂട്ടം വെൽ പ്രിപ്പയർഡ് ആയിരുന്നു സ്വയം വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നിയത് ആ പിഴച്ചു പോയത് ആ സൈലൻസ് ആണ്. പിഴച്ചതല്ലോ, നിങ്ങൾ പിഴപ്പിച്ചതല്ലേ മിസ്റ്റർ മാങ്ങാണ്ടി. ഈ വ്യക്തിയെ ഇനി എത്ര സ്വയം ഇരുന്ന് ഇയാൾ സ്വയം വെള്ളപൂശിയാലും വേറെ ഇയാളെ സ്നേഹിക്കുന്നവർ ഇയാളെ വെള്ളപൂശാൻ ഇറങ്ങിയാലും ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യവും. ഇയാളുടെ ഈ പ്രവർത്തികളുടെ ഗ്രാവിറ്റി 1, 2, 3 ഈ കേസായ വിഷയങ്ങളിൽ മാത്രം നിൽക്കുന്നതൊന്നുമല്ല. ഒരുപാട് ഇരകളുണ്ട്. നീ ഇത്ര നാണം കെട്ട ഒരുത്തനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. വൈ? ബിക്കോസ് നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ട് അറിയാം നിങ്ങളുടെ പാസ്റ്റ് എന്താണ്, നിങ്ങളുടെ പ്രസന്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇവൻ പ്രേമരോഗിയാണ്. ഇയാള് ഈ സ്ത്രീകളെ ഇതുവരെ ബാഡായിട്ട് ടച്ച് ചെയ്തിട്ടില്ല, സ്ത്രീകളോട് ബാഡായി പെരുമാറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ഇന്റർവ്യൂ മൊത്തം ഇയാൾ ഈ സാധനങ്ങൾ അടിച്ചു വിട്ട് പറയുന്നുണ്ട്. ഞാൻ വെറുതെ, നീ വെറുതെയാണെന്ന് എനിക്കറിയാം. ഇതിലെവിടെയെങ്കിലും ഈ വ്യക്തി ആദ്യം കേസ് കൊടുത്ത ഇര, അവരോട് ഇയാളുടെ വോയിസ് ലീക്കൊക്കെ നമ്മൾ കേട്ടതാണ്, ആ ലേഡിയെ ഗർഭമലസിപ്പിക്കാൻ വേണ്ടി ഇയാൾ പുഷ് ചെയ്യുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ലേ? എവിടെ പോണു? വെള്ളം കുടിക്കും അല്ലേ? അത് നിയമവിരുദ്ധമല്ലേ? ഈ എൻറ്റയർ ഇൻ്റർവ്യൂവിൽ അതിനെക്കുറിച്ച്, ആ അബോർഷൻ്റെ പോർഷനെ കുറിച്ച് ഈ വ്യക്തി ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ. എന്തുകൊണ്ട് മിണ്ടാൻ പറ്റില്ല? കോഴി എന്നാണ് ഈ വ്യക്തിയുടെ, ഈ മഹാന്റെ വിളിപ്പേര്. ഈ രാഷ്ട്രീയക്കാരുടെ ഇടയിലും പത്രമാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഇടയിലും ഒക്കെ ഇയാളുടെ വിളിപ്പേര് കോഴി എന്നാണ്. വെറുതെ നടക്കുന്ന ഒരാളെ കോഴി എന്ന് വിളിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണത്. വെറുതെ നടക്കുന്ന ഒരാളെ കോഴി എന്ന് വിളിക്കും. അപ്പോൾ ഇയാളിൽ നിന്ന് ഇതേപോലത്തെ സിമിലർ കൈൻഡ് ഓഫ് ഹിറ്റിംഗ് കിട്ടിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഒരു ജനപ്രതിനിധിയായി ഇരുന്നു കൊണ്ട് താനി ഇവന് ഇവിടുന്ന് സമയം കിട്ടണമെന്നുള്ളൊരു കോമൺ ലോജിക്കെങ്കിലും നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? ഞാൻ പറയുന്നു, ഇവൻ ഈ പറയുന്ന നന്മയിൽ ഉണ്ണി മുതലൊന്നും അല്ല. என்னோட அசம்ஷன் கரெக்டா இருந்தா இது எல்லாமே விக்ரமோட பிளான். அவர் மத்தவங்க கிட்ட காட்டின முகம் வேற, அவரோட நிஜ முகம் வேற. മനസ്സിലായില്ലേ? ദിസ് മാംഗോ സീഡ് ഈസ് എ ഹൈലി മാനിപ്പുലേറ്റീവ് പെർവേർട്ട്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.